ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിലെ ISRO ശാസ്ത്രജ്ഞർ വീണ്ടും തിരുപ്പതി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ISRO ശാസ്ത്രജ്ഞർ എപ്പോഴൊക്കെ തിരുപ്പതിയിൽ പ്രാർത്ഥനയുമായി എത്തിയിട്ടുണ്ടോ അപ്പോഴൊക്കെ തൊട്ടടുത്ത് തന്നെ ഒരു വിക്ഷേപണം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് വ്യക്തമാണ്. ഇത്തവണയും പതിവ് പോലെ തന്നെ മാറ്റങ്ങളൊന്നുമില്ല. 100ാം റോക്കറ്റ് വിക്ഷേപണത്തിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ ശ്രീഹരിക്കോട്ടയിൽ പുരോഗമിക്കുന്നതിനിടെയാണ് ISRO ചെയർമാനും സംഘവും ഇപ്പോൾ തിരുമലയിലെ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ പ്രാർത്ഥനകളോടെ എത്തിയിരിക്കുന്നത്. ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ സംഘവും ക്ഷേത്രത്തിലെത്തി ദൗത്യത്തിന്റെ വിജയത്തിനായി മനമുരുകി പ്രാർത്ഥിച്ചിരിക്കുകയാണ്. മാത്രമല്ല, റോക്കറ്റിന്റെ മാതൃകയും സംഘം ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. തങ്ങളുടെ വരാനിരിക്കുന്ന വിക്ഷേപണത്തിനായി ദൈവാനുഗ്രഹം തേടിയാണ് ISRO ശാസ്ത്രജ്ഞരുടെ പ്രത്യേക സംഘം പ്രാർത്ഥന നടത്തിയത്. ബഹിരാകാശത്തേക്ക് ഭാരമേറിയ റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ സഹായിക്കുന്ന ISROയിലെ 3ാമത്തെ ലോഞ്ച് പാഡിന് 400 കോടി രൂപ അനുവദിക്കാൻ പ്രധാനമന്ത്രി തീരുമാനിച്ചതിൽ താൻ നന്ദിയുള്ളവനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം GSLV F-15 സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 2ാം ലോഞ്ച് പാഡിൽ വിക്ഷേപണത്തിന് തയ്യാറായി നിൽക്കുകയാണ്. നാവിക് സാറ്റലൈറ്റ് സിസ്റ്റത്തിന്റെ ഭാഗമായി ഒരു ഉപഗ്രഹമാണ് NVS-2. നാവിഗേഷനും റേഞ്ചിങ്ങിനുമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സ്ഥാനനിർണ്ണയ സംവിധാനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സിസ്റ്റം. ഇതിന്റെ മറ്റൊരു പേരാണ് നാവിക്. നാളെ രാവിലെ 6:30യോടെയാണ് വിക്ഷേപണം നടക്കുക. UR സാറ്റലൈറ്റ് സെന്റർ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത NVS-2 ഉപഗ്രഹത്തിന്റെ ഏകദേശം 2250 കിലോഗ്രാം ഭാരമുണ്ട്. അതായത് 100ാം വിക്ഷേപണത്തിനായുള്ള അവസാന ഘട്ടങ്ങളൊക്കെ ഇപ്പോൾ ശ്രീഹരിക്കോട്ടയിൽ പുരോഗമിക്കുകയാണ്. ഗതി നിർണയ ഉപഗ്രഹമായ NVS-02 നാളെ രാവിലെ 6:23 GSLVയുടെ ചിറകിലേറി കുതിക്കുന്നത്. ഇതോടെ ISROയ്ക്ക് ഇത് പുതിയൊരു ചരിത്ര നേട്ടം തന്നെയാകും. GSLV F-15 NVS-02 ദൗത്യത്തിനായിട്ടുള്ള കൗണ്ട് ഡൗൺ ഇന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സ്ഥാനനിർണ്ണയം, ഗതി നിർണയം, സമയം എന്നിവ കൃത്യതയോടെ ലഭ്യമാക്കാൻ GPS-ന് പകരം ISRO വികസിപ്പിച്ച 7 ഉപഗ്രഹങ്ങളുടെ ശ്രേണി സംവിധാനമാണ് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷനായ നാവിക്. ഈ സംഘത്തിലേക്കാണ് NVS-02 എത്തുന്നത്. ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലെ പുലിക്കട്ട് തടാകത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിലാണ് ഭാരതം ബഹിരാകാശ മേഖലയിൽ വിസ്മയം തീർക്കുന്നതിന്റെ മുഖ്യ സ്ഥാനമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഒരു ഉപഗ്രഹത്തെ സ്വന്തം റോക്കറ്റ് ഉപയോഗിച്ച് ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ ശ്രമം 1979 സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ E-01 SLV-E1 വിക്ഷേപണമായിരുന്നു ISROയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് കുതിച്ച ആദ്യ റോക്കറ്റ്. ഓഗസ്റ്റ് 10 ശ്രീഹരിക്കോട്ടയിലെ ചെറിയ വിക്ഷേപണത്തറയിൽ നിന്നും 22 മീറ്റർ ഉയരമുള്ള റോക്കറ്റ് വിക്ഷേപിച്ചത്. SLV മിഷൻ ഡയറക്ടർ APJ അബ്ദുൽ കലാം, അന്നത്തെ ISRO ചെയർമാൻ സതീഷ് ധവാൻ എന്നിവരായിരുന്നു ഇതിന് ചുക്കാൻ പിടിച്ചത്. എന്നാൽ വിക്ഷേപണം കഴിഞ്ഞ് 317ാം സെക്കൻഡിൽ റോക്കറ്റ് ബംഗാൾ ഉൾക്കടലിൽ പതിച്ചു. ദൗത്യം പരാജയപ്പെടുകയായിരുന്നു. എന്നാൽ ദൗത്യത്തിന് നേതൃത്വം നൽകിയവർ അവിടെ തളർന്നില്ല. പ്രശ്നങ്ങൾ പരിഹരിച്ച് SLV വീണ്ടും വിക്ഷേപണത്തറയിലെത്തിച്ചു. 1980 ജൂലൈ 18 31 കിലോഗ്രാം ഭാരമുള്ള രോഹിണി RS-1 എന്ന ചെറു ഉപഗ്രഹത്തെ താഴ്ന്ന ഭൂഭ്രമണത്തിൽ സ്ഥാപിച്ച ISRO ചരിത്രമെഴുതി. SLV എന്ന റോക്കറ്റ് 2 തവണ കൂടി പറന്നു. ഇതിന് പിന്നാലെ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ 150 കിലോഗ്രാം വരെയുള്ള ഉപഗ്രഹം വിക്ഷേപിക്കാൻ ശേഷിയുള്ള SLV റോക്കറ്റ് എത്തി. 2 തുടർ പരാജയങ്ങൾക്ക് പിന്നാലെ ഒരു ഭാഗിക വിജയത്തിന് ശേഷം അവസാനത്തെ ദൗത്യത്തിൽ സമ്പൂർണ്ണ വിജയം ISRO കൈവരിച്ചു. ഫ്രാൻസിൽ പോയി പഠിച്ച പാഠങ്ങളിൽ നിന്ന് ദ്രവ്യ ഇന്ധനം ഉപയോഗിക്കുന്ന വികാസ് എഞ്ചിൻ ISRO യാഥാർത്ഥ്യമാക്കി. ഈ എഞ്ചിന്റെ പുനരാരംഭിക്കാനുള്ള കഴിവ് പരീക്ഷിച്ചും അടുത്തിടെ ISRO ചരിത്രം എഴുതിയിരുന്നു. വികാസ് എഞ്ചിന്റെ കരുത്തിൽ, അതായത് PSLV എന്ന കരുത്തിന് 1994 ആദ്യമായി വിക്ഷേപണത്തറയിലെത്തി. ഒന്നിലധികം ഉപഗ്രഹങ്ങളെ വഹിക്കാൻ ശേഷിയുള്ള ഒരു റോക്കറ്റാണിത്. ആദ്യ ദൗത്യം പരാജയമായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല എന്നത് തന്നെയാണ് വാസ്തവം. ISROയുടെ വിശ്വസ്തനായ പടക്കുതിര എന്നാണ് PSLVയുടെ വിളിപ്പേരും. ഇതുവരെ 62 റോക്കറ്റുകളാണ് പറന്നുയർന്നത്. ഇതിൽ 60ഉം വിജയകരമായിരുന്നു. ഇന്ത്യയെ ലോകത്തിലെ തന്നെ വലിയ ബഹിരാകാശ ശക്തിയാക്കി മാറ്റുന്നതിൽ PSLVയുടെ പങ്ക് ചെറുതൊന്നുമല്ല. റഷ്യൻ ക്രയോജനിക് എഞ്ചിനും അതിന്റെ ചുവട് പിടിച്ച് വികസിപ്പിച്ച സ്വന്തം ക്രയോജനിക് എഞ്ചിനായ GSLV Mark II ആയിരുന്നു അടുത്ത ബഹിരാകാശ വിക്ഷേപണ വാഹനം. ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് ഉപഗ്രഹങ്ങളെ എത്തിക്കാനായാണ് ഇത് നിർമ്മിച്ചത്. 2001 ഏപ്രിൽ 18 GSAT-1 ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തിച്ചുകൊണ്ടായിരുന്നു വിജയകരമായ തുടക്കം. 16 വിക്ഷേപണങ്ങളിൽ 12ഉം വിജയകരമാക്കാൻ GSLV Mark II ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് 4000 കിലോഗ്രാം, താഴ്ന്ന ഭൗമ ഭ്രമണപഥത്തിലേക്ക് 8000 ടൺ വീതം ഭാരമുള്ള ഉപഗ്രഹങ്ങളെ എത്തിക്കാനാകുന്ന ലോഞ്ച് വെഹിക്കിൾ Mark III ആയിരുന്നു അടുത്ത വിക്ഷേപണ വാഹനം. ബാഹുബലി എന്നായിരുന്നു അതിന്റെ ഇരട്ട പേര്. ചിലവ് കുറഞ്ഞ കുഞ്ഞൻ റോക്കറ്റ് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളാണ് കൂട്ടത്തിലെ ഏറ്റവും പുതിയ താരം. 2 വിക്ഷേപണ തറകളാണ് ശ്രീഹരിക്കോട്ടയിലുള്ളത്. 1ാം വിക്ഷേപണ തറ 1993 മുതൽ ഇതുവരെ 52 റോക്കറ്റുകൾ വിക്ഷേപിച്ചു.
SLV റോക്കറ്റിന് വേണ്ടിയാണ് ആദ്യമായി വിക്ഷേപണത്തറ നിർമ്മിച്ചത്. 2005 മുതൽ ഇതുവരെ രണ്ടാം വിക്ഷേപണത്തറയിൽ നിന്ന് 36 വിക്ഷേപണങ്ങളാണ് നടന്നത്. ഇന്ത്യയുടെ ഭാവി റോക്കറ്റ് എന്നറിയപ്പെടുന്ന നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ ഉൾപ്പെടെ വിക്ഷേപിക്കാൻ കഴിയും വിധം മൂന്നാമത്തെ വിക്ഷേപണത്തറ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ സൗണ്ട് റോക്കറ്റിംഗ് കോംപ്ലക്സ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ റോക്കറ്റായ വിക്ഷേപണത്തറയായ ധനുഷും ഇവിടെയുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.